ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. എജ്യൂബിൾസ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട +2 മക്കളെ, COET എക്സാമിന് അപ്ലൈ ചെയ്ത മക്കളെ, നിങ്ങൾക്കായിട്ട് പുതിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. NTA ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് COET UG എക്സാമുമായി ബന്ധപ്പെട്ട് ഔട്ട് ചെയ്തിരിക്കുന്ന നോട്ടീസാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ COET UG എക്സാമിന് അപ്ലൈ ചെയ്ത മുഴുവൻ മക്കൾക്കും എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ്സ്, അതിൽ ഏതൊക്കെ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് NTA ഫെബ്രുവരി 9 ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ന് പറഞ്ഞിരിക്കുന്നത് CBT മോഡൽ കണ്ടക്ട് ചെയ്യപ്പെടുന്ന COET എക്സാമിന് നമുക്ക് 30 മുതലായിരുന്നു ആദ്യം 3 മുതൽ ജനുവരി 3 മുതൽ ജനുവരി 30 വരെയായിരുന്നു നമുക്ക് ആദ്യം അപ്ലിക്കേഷന് സമയം, പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്തു 4-ാം തീയതി വരെ. ഓക്കെ, ഇപ്പോൾ ഇനി പറഞ്ഞിരിക്കുന്നത് കറക്ഷൻ വിൻഡോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഫെബ്രുവരി 9 മുതൽ 11 വരെയാണ് നിങ്ങൾക്ക് ഇപ്പം എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫെബ്രുവരി 9 മുതൽ 11 വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ മുമ്പ് ഇവർ പറയുന്നത് ഓൾ രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ഓഫ് ദ COET UG 2026 ആർ അഡ്വൈസ്ഡ് ടു വിസിറ്റ് ദ വെബ്സൈറ്റ്, അല്ലേ, COET.nta.nic.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക. എന്നിട്ട് അതിൽ കറക്ഷനായിട്ട് എന്തൊക്കെ പറഞ്ഞു ആ കാര്യങ്ങൾ പറയുക. ഈ കറക്ഷൻ എന്നായാലും 11th ആ ഡേറ്റിൽ 11:50 വരെ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ ഡെഡ്ലൈൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്യണം. രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, നിങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ആദ്യമേ മനസ്സിലാക്കി എന്താണ് എഡിറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വട്ടം എഡിറ്റ് ചെയ്താൽ പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതാ പറയുന്നത്, സിൻസ് ഇറ്റ് ഈസ് എ വൺ ടൈം ഫെസിലിറ്റി. ഓക്കെ, ഒറ്റ ഫെസിലിറ്റിയേ ഉള്ളൂ നിങ്ങൾക്ക്. അതായത് ഒരു വട്ടം കറക്റ്റ് ചെയ്ത് പിന്നെയും ലോഗിൻ ചെയ്ത് പിന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. വൺ ടൈം ലോഗിൻ ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ അന്നപ്പോൾ തന്നെ എല്ലാ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും എഡിറ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ഓക്കെ, എക്സ്റ്റെൻഡ് എടുത്ത കാൻഡിഡേറ്റ്സ് അവോയ്ഡ് എനി ഹാർഡ്ഷിപ്പ്. ഓക്കെ, കറക്ഷൻ വേണ്ടി വെരി കെയർഫുൾ ആയിട്ട് ചെയ്തിട്ട് ചെയ്യുക. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഒരു തെറ്റ് വന്നിട്ടാണ് NTA എങ്ങനെ ഒരു ഓപ്ഷൻ തന്നത്. ഇനിയും നിങ്ങൾ അത് കൊണ്ടുപോയി തെറ്റിക്കരുത്. പിന്നെ പറഞ്ഞത് ഈ ഫൈനൽ കറക്ഷൻസ് എപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുക? പേയ്മെൻറ്റിന് ശേഷം മാത്രമായിരിക്കും. ഇനി അഡീഷണൽ ഫീസ്, നിങ്ങൾ എക്സ്ട്രാ ഡൊമൈൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡീഷണൽ ഫീ നിങ്ങൾ പേ ചെയ്താൽ മാത്രമേ ഈ കറക്ഷൻസ് എന്താവുള്ളൂ, സേവ് ആവുള്ളൂ. അതായത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നോട്ട് ദാറ്റ് ഫൈനൽ കറക്ഷൻ വിൽ ബി ആപ്ലിക്കബിൾ ഓൺലി ആഫ്റ്റർ പേയ്മെൻറ്റ് ഓഫ് എനി അഡീഷണൽ ഫീസ് ഇഫ് റിക്വയർഡ്. അപ്പോൾ പേയ്മെൻറ്റ് കൂടെ ചെയ്താലേ അത് നടക്കില്ല. ഇൻ കേസ് ചേഞ്ചസ് അഫക്ട് ദ ഫീ എമൗണ്ട്, കാൻഡിഡേറ്റ്സ് വിൽ ചാർജഡ് എക്സസ് ഫീ അക്കോർഡിംഗ്ലി. ഓക്കെ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? പ്ലീസ് നോട്ട് ദാറ്റ് എക്സസ് പേയ്മെൻറ്റ് മെയ്ഡ് വിൽ നോട്ട് ബി റീഫണ്ട്. ഓക്കെ, നിങ്ങൾ എക്സസ് ആയിട്ട് ചെയ്ത ഫീ ഒരിക്കലും റീഫണ്ട് ലഭിക്കില്ല, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത കാര്യം വരുന്നത് ഏതൊക്കെ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കറക്ഷൻ ഇൻ ദ ആപ്ലിക്കേഷൻ ഓഫ് COET ഡെസ്റ്റിനേഷൻ കാൻഡിഡേറ്റ് ഷാൾ നോട്ട് അലൗഡ് ടു ചേഞ്ച്. മാറ്റാൻ പറ്റാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളെ മൊബൈൽ നമ്പർ മാറ്റാൻ പറ്റില്ല, ഇമെയിൽ അഡ്രസ്സ് പെർമനൻറ്റോ പ്രസൻറ്റോ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസും ഫോട്ടോഗ്രാഫും ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി പറയുന്നത് താഴെ പറയുന്ന കാൻഡിഡേറ്റ് ഷാൾ ബി അലൗഡ് ടു ചേഞ്ച് എനി വൺ ഓഫ് ദ ഫീൽഡ്. താഴെ പറയുന്നതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മാറ്റാം. ഏതൊക്കെ? അത് കാൻഡിഡേറ്റ്സ് നെയിമോ ഫാദർ നെയിമോ മദർ നെയിമോ, ഇതിലേതെങ്കിലും ഒരു ഫീൽഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കെയർഫുള്ളി തീരുമാനം എടുത്തിട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എല്ലാ ഫീൽഡും, നിങ്ങൾക്ക് അതിലുള്ള എല്ലാം മാറ്റാൻ പറ്റുന്ന ഏതൊക്കെയാണ്? ക്ലാസ് 10th-ൻ്റെയും 12th-ൻ്റെയും എല്ലാം മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി പറയുന്നത് കാൻഡിഡേറ്റ് ഷാൾ ബി അലൗഡ് ടു ചേഞ്ച് എക്സാമിനേഷൻ സിറ്റീസ് ബേസ്ഡ് ഓൺ ദിയർ പെർമനന്റ് പ്രസന്റ് അഡ്രസ്. ഇറ്റ് ഈസ് വൺസ് അഗൈൻ ക്ലാരിഫൈഡ് ദാറ്റ് NTA ഈസ് നോട്ട് ബൗണ്ട് ടു ഫോളോ ദ ചോയ്സസ് ഗിവൺ ബൈ ദ കാൻഡിഡേറ്റ്സ്. ഓക്കെ, നിങ്ങൾക്ക് സിറ്റിയും ഇതും മാറ്റാനുള്ള ഓപ്ഷൻ, സിറ്റി സെലക്ഷനും മീഡിയം ഓഫ് ദ എക്സാമിനേഷനും മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ NTA ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ തന്ന സിറ്റി തന്നെ നിങ്ങൾക്ക് തരണം എന്നുള്ള ഒരു ഉറപ്പില്ല. കാരണം നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തത് തരാനാണെങ്കിൽ NTA തരും. ഇനി അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് തരും. ഓക്കെ, NTA തരുന്ന എന്തായാലും പോയി എഴുതുക എന്നുള്ളൊരു ഓപ്ഷനെ നമ്മുടെ മുമ്പിലുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാം, ജെൻഡർ മാറ്റാം, കാറ്റഗറി മാറ്റാം, ഓക്കെ, സബ് കാറ്റഗറി മാറ്റാം, സിഗ്നേച്ചർ മാറ്റാം. ഓക്കെ, ഇതൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ എപ്പോഴും ഓരോ യൂണിവേഴ്സിറ്റിയിലും ഏത് ഡൊമൈൻസ് ഒന്നും അറിയാതെ കൊടുത്തവരായിരിക്കും അധികം പേരും. കറക്റ്റ് ഓരോ യൂണിവേഴ്സിറ്റി ഏത് ഡൊമൈൻസ് ആണ് വേണ്ടത് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മാറ്റാം. ഡൊമൈൻ ടെസ്റ്റ് മാറ്റാം, ലാംഗ്വേജ് മാറ്റാം, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാറ്റാം. ഇതൊക്കെ മാറ്റാം കേട്ടോ. ഇനി ആധാർ ഡീറ്റെയിൽസ് മാറ്റാൻ പറ്റും. ആർക്ക്? ആധാർ വെച്ചിട്ട് അല്ലാതെ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക്. ആധാർ വെച്ച് രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ മാറ്റാൻ പറ്റൂല. അതാ പറഞ്ഞത്, ഓൺലി ഫോർ കാൻഡിഡേറ്റ്സ് ഹു രജിസ്റ്റേർഡ് വിത്ത് ഐഡന്റിറ്റി അതർ ദാൻ ആധാർ. ആധാർ അല്ലാത്ത
ഐഡൻറ്റിറ്റി വെച്ച് രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് അതും എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. The option to add the subject, edit the subject, candidates may choose up to maximum 5 subject including language general test. Okay, will be available during correction period. Okay, 5 സബ്ജക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിൽ ലാംഗ്വേജും ജനറൽ ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ട് 5 ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളത് ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ 5 മാക്സിമൈസ് ചെയ്യാനും ഇനി നിങ്ങൾക്ക് ഉള്ളത് മാറ്റാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഓക്കെ. ഇനി പറയാനുള്ളത്, ഒരിക്കലും തന്ന ഫീ റീഫണ്ട് ആവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഫീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൂടിയാൽ അത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസേ ഉണ്ടാവുള്ളൂ. ഇഫ് ദർ ഈസ് ആൻ ഇമ്പാക്ട് ഓൺ ദ ഫീ, ദ അഡീഷണൽ ഫീ വിൽ ബി ചാർജ്ഡ് ആസ് ആപ്ലിക്കബിൾ. ഹവർ ഇൻ കേസ് എനി ഫീ വിൽ നോട്ട് ബി റീഇംബേഴ്സ്ഡ്. ഒരിക്കലും അടച്ച ഫീ എന്തായാലും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് NTA അവിടെ പറഞ്ഞിട്ട്, കറക്ഷൻ ദിസ് വിൽ ബി അപ്ലിക്കബിൾ ഓൺലി ആഫ്റ്റർ പേയ്മെൻറ്റ്. അഡീഷണൽ ഫീ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഈ കറക്ഷൻസ് അപ്ലിക്കബിൾ ആകുന്നുണ്ട്. ദ ഓൺലി വൺ ടൈം കറക്ഷൻ വിൽ ബി അലൗഡ് ടു ദ കാൻഡിഡേറ്റ്സ്. വൺസ് ദ കറക്ഷൻസ് ആർ ഡൺ ആൻഡ് സബ്മിറ്റഡ് ദ ഫോം ഷാൾ ബി ഫ്രോസൺ. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വട്ടം സബ്മിറ്റ് ചെയ്താൽ പിന്നെ ചെയ്യാൻ പറ്റില്ല മക്കളെ. ഓൾറെഡി നിങ്ങൾക്ക് വൺസ് ഒരു ഓപ്ഷൻ തന്നു, ഇനിയും അത് തെറ്റിക്കരുത്. അപ്പം കെയർഫുൾ ആയിട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നല്ലൊരു ഭാവി നിങ്ങൾക്ക് ആശംസിക്കുന്നു. നന്നായിട്ട് കറക്റ്റ് ചെയ്ത് നിങ്ങൾ നല്ലൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. അത് നിങ്ങളുടെ കൂടെ ഏറ്റവും നല്ല പ്രിപ്പറേഷനുമായിട്ട് എജ്യൂബിൾസ് ലേണിംഗ് ഉണ്ട്. CUT, UG, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസിന്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ അതിനൊക്കെ February 15 ഓക്കെ, വരുന്ന February 15 നമ്മുടെ 90 days ക്രാഷ് ബാച്ച് ആരംഭിക്കേണ്ടത്. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെയുള്ള താഴെയുള്ള അഡ്മിഷൻ കൗൺസിലർ നമ്പറിൽ കണക്ട് ചെയ്യാം. ഓക്കെ. See you. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.